ഇതെവിടെയാ? ഞാൻ എത്ര നേരെ വിളിക്കുന്നു. കാര്യം എന്താ മോളെ? അമ്മ, ഞാൻ വല്ലാത്ത ടെൻഷനില്ല. അതമ്മ മനസ്സിലാക്കണം. അമ്മ അമ്മ സംയുക്തി അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടോ? അതിപ്പോ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അച്ഛനൊരു മനുഷ്യനല്ലേ. അച്ഛൻ രാജ്യം ഭരിക്കാൻ മിടുക്കനാണെങ്കിലും പേഴ്സണലായി ഒരു പാവം. ആ അംബിക അച്ഛനെ കൊണ്ടുചെന്ന് കുടുക്കിൽ പെടുത്തും. ഹലോ, അമ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അച്ഛനും സംയുക്തയും തമ്മിലുള്ള കല്യാണം ആ അംബിക നടത്തുമെന്ന്. നീ ഇത്രയും ബുദ്ധിയുള്ളവളായിട്ടും നിന്റെ അച്ഛനെ പഠിച്ചില്ലല്ലോ മോളെ. അച്ഛനെ പഠിച്ചതുകൊണ്ടാ ഞാനത് അമ്മയോട് വിളിച്ച് പറയുന്നേ. നീ അച്ഛനെ ഒന്നും പഠിച്ചിട്ടില്ല. പ്രതാപേട്ടന് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാമായിരുന്നെങ്കിൽ അതെന്നേ ആകായിരുന്നു. അമ്മ വീണ്ടും ആ പഴയ പല്ലവി തന്നെയാണോ പാടുന്നത്? എന്റെ മോളെ, അംബിക അല്ല, ഇനി ഉടയ തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും പ്രതാപേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. മൾട്ടി ടാലന്റ് പേഴ്സണാലിറ്റി ഉള്ള ആളാ നിന്റെ അച്ഛൻ. അമ്മ, മോൾ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം ജീവിക്കാൻ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മി ഇന്ന് വളരെ ടെൻഷനിലായിരിക്കും. മോള് അവളെ ഒന്ന് സൂക്ഷിച്ചാ മതി. ശരി മോളെ. നീ എന്താടി മഴയത്ത് നിന്ന് കേറിയ കോഴിയെ പോലെ നിൽക്കുന്നേ? ഞാനേ വളരെ ഗൗരവമുള്ള ഒന്ന് രണ്ട് കാര്യം പറയാനാ വന്നത്. എന്താ ചേച്ചി? ഞാനേ ഒത്തിരി ആലോചനകൾക്ക് ശേഷമാ നിന്നെ കാണാൻ വേണ്ടി വന്നത്. ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് നീ നടപ്പിലാക്കിയേ പറ്റൂ. എന്താ ചേച്ചി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. പറയണമല്ലോ, ഇത് എന്റെ ആവശ്യമാണല്ലോ. പ്രതാപനും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാ ഞാൻ പറയുന്നത്. ബന്ധം? എന്ത് ബന്ധം? രാമായണ കഥ മുഴുവൻ വായിച്ചിട്ട് സീതരാമന്റെ ആരാണെന്ന് ചോദിക്കും പോലെ ആണല്ലോടി ഇത്. നീയേ അവനോട് കൂടുതൽ അടുക്കണം. നിനക്കേ അവനോട് മുടിഞ്ഞ പ്രേമമാണെന്ന് അവൻ കരുതണം. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കങ്ങനെയൊന്നും പറ്റില്ല. നിനക്കെന്താ പ്രേമിക്കാൻ അറിയില്ലേ? ദേ, നീ വലിയ ശാലീനമതി കളിക്കല്ലേ. നീയും ആ രുദ്രനും തമ്മില് ചേച്ചി പേടിയുണ്ടല്ലേ? ദേ, പലതും പേടിക്കണം. ഇതുവരെ നീ എന്നെ ഇട്ട് വട്ടം കളിപ്പിച്ചു. ഇനി അത് പറ്റില്ല. പ്രതാപനോട് നീ കൂടുതൽ അടുപ്പം സ്ഥാപിക്കണം, പ്രേമിക്കണം. ചേച്ചി, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാ വർമ്മ സാറ്. അതിനെന്താ? ബഹുമാനിക്കുന്ന ആളെ പ്രേമിച്ചൂടെ? പ്രേമിക്കണം. ആ, അവൻ ചിലപ്പോ ഇനിയൊരു കല്യാണത്തിനൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ നീ അവനെ കറക്കി വീഴ്ത്തണം. അവൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവന്റെ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് മാറ്റണം. എനിക്കും ദീപക്കിനുള്ള അവകാശം നേടിയെടുക്കാൻ അങ്ങനെയൊക്കെ പറ്റൂ. ദേ, ഇതനുസരിച്ചില്ലെങ്കിലേ നിന്റെയും നിന്റെ അപ്പൂപ്പന്റെയും കൂടെ പിറപ്പുകളുടെയും കാര്യത്തില് ഞാനങ്ങ് കണ്ണടയ്ക്കും. അതുമാത്രമല്ല, നിങ്ങൾ ജീവിക്കണോ വേണ്ടേന്നുള്ളത് ഞാനങ്ങ് തീരുമാനിക്കും. മനസ്സിലായോടി? ഇതനുസരിച്ചില്ലെങ്കിലേ നിന്റെയും നിന്റെ അപ്പൂപ്പന്റെയും കൂടെ പിറപ്പുകളുടെയും കാര്യത്തില് ഞാനങ്ങ് കണ്ണടയ്ക്കും. ചേച്ചിക്ക് എന്തൊക്കെയോ ഒത്തിരി സങ്കടങ്ങളുണ്ട്. പാവം ചേച്ചി. ചേച്ചിക്ക് എന്താ ഒരു സങ്കടം? സങ്കടോ? എനിക്കോ? ഇതാര് പറഞ്ഞു? പിന്നെ ചേച്ചി കരഞ്ഞത് എന്തിനാ? അത് ഞാനേ
നമ്മുടെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തതാ. ഏയ് അതൊന്നുമല്ല. ചേച്ചിക്ക് എന്തോ ഒരു വലിയ സങ്കടമുണ്ട്. അത് എന്നോട് പറയേ. മോള് കൊച്ചുകുട്ടിയാ, ഇപ്പൊ പഠിക്കാൻ നോക്കിയാ മതി, അതൊന്നും അറിയണ്ട. ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട എനിക്ക് പിന്നെ പഠിക്കാൻ കഴിയോ? ചേച്ചി കാര്യം പറ. ഞാൻ തേജുവിനെ പോലെ അല്ല ചേച്ചി, ഒത്തിരി മുതിർന്ന കുട്ടിയല്ലേ. പറയേ ചേച്ചി, പറഞ്ഞാ ചേച്ചിക്ക് ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. ആ അംബിക ആന്റി ഇവിടെ വന്നത് എന്തിനാ ചേച്ചി? അവരല്ലേ ചേച്ചിയുടെ പ്രശ്നം? അപ്പോ മോൾക്കത് മനസ്സിലായല്ലേ? മനസ്സിലായി. ഞാൻ ചേച്ചിയെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചോദിക്കാതിരുന്നതാ. മോളെ, നമ്മുടെ കഷ്ടപ്പാടുകളിലൊക്കെ അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് ചേച്ചിയെ കൊണ്ട് അവരുടെ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിട്ടാ. അവരിപ്പോ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. എന്തിന്? ഞാൻ ആ വർമ്മ സാറിനെ കല്യാണം കഴിക്കണമെന്ന്. ആ സാറിന് ഒത്തിരി പ്രായമായതല്ലേ? എന്നെ പോലൊരു മോളുണ്ട്. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം കൊല്ലുമെന്ന് അവരുടെ ഭീഷണി. നമ്മുടെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയത്. ചേച്ചി കരയാതെ. നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഇനി തിരിച്ചു വരുമോ ചേച്ചി? ഒരിക്കലും ഇല്ല മോളെ, അവര് മരിച്ചുപോയി കാണും. നമുക്കും അവര് പോയ സ്ഥലത്തേക്ക് പോയാലോ? മോളെ,